ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് മസാല ചായ ആയിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇഞ്ചി, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അത് ഒന്ന് ചതച്ചിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടെ പാർന്ന് കൊടുത്ത് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു. എന്നിട്ട് നന്നായിട്ട് പതഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടോടുക്കാൻ തന്നെ ഞാനത് ഒന്ന് അരിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ആവശ്യമില്ല പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഒരു ബിസ്ക്കറ്റും കൂടി മുക്കിയിട്ടാട്ടോ ഞാൻ കഴിക്കണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ കേട്ടോ. രാവിലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാട്ടോ ആ ചായക്ക്. പിന്നെ ഇന്ന് മഷ്റൂമാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തുടച്ചെടുത്തു. ഞാൻ തുടച്ചതിന് ശേഷം കേട്ടോ ഞാൻ വാഷ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ ഒരു നല്ലൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ മഷ്റൂം ആ വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വേഗം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിലുള്ള വലുപ്പാട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തു. അതിലോട്ട് ഞാൻ സവാള ചെറുതാക്കി അരിഞ്ഞതാട്ടോ. ആദ്യം എണ്ണ വാർന്ന് കൊടുത്തു, പിന്നെ സവാള അതിലിട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നപ്പോൾ ഞാൻ വേഗം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതൊന്നായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യമില്ല കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആ മഷ്റൂം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടും കുറച്ചൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അതൊന്ന് വേവട്ടെ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഞാൻ ചെറിയൊരു ഗ്രേവി ഇല്ല ഇതായപ്പോൾ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അടുപ്പ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ചെടീൻ്റെ ഈ ഒരു ഇലകൾ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വെള്ളം ഒന്ന് മാറ്റാനുണ്ട്. അതിന് വെള്ളത്തിൽ കണ്ടില്ലേ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ആ വെള്ളം മാറ്റാൻ വേണ്ടി അത് മാറ്റി വെച്ച് ഞാൻ ഇതാ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തുട്ടോ. ഞാൻ അതിൻ്റെ ഇല ഒന്നും നുള്ളിക്കളയൊന്നും ഇല്ല. ആ വാടിയിട്ടുണ്ടെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ നിച്ച് കുറേ മുത്തുകൾ ഇതിൽ കൊടുന്ന് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് അതും അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വിശാൽ ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ്സ് ഞാൻ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ അടുക്കളയിൽ ജനാൽമ വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് പാക്കൊക്കെ പൊട്ടിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജനാലിൻ്റെ ഗ്ലാസ് ചില്ലിൻ്റെ ഗ്ലാസ് ആട്ടോ. നല്ല പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളോട്ട് കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ ജനാൽ തുറന്നിട്ടിട്ടാട്ടോ കുക്ക് ചെയ്യുക. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടി. വെളിച്ചം പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് വെളിച്ചം ഉണ്ടാവും, നല്ല കാറ്റും ഒക്കെ കിട്ടാൻ വേണ്ടി തന്നെ ഞാനത് തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇച്ചുവിൻ്റെ മുടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷോപ്പിലോട്ട് പോവാം കേട്ടോ. ഇവിടെ അങ്ങാടിപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ബ്യൂട്ടി പാർലർക്കാട്ടോ. അങ്ങനെ ദാ അവിടെ എത്തിയിട്ടുണ്ട്. ഓളെ മുടി വാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓളെ മുഖത്ത് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഓളെ മുടിയേറ്റ വെട്ടിക്കളയോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഓളാ കിടക്കണത്. ഓളോട് അങ്ങനെ പറയണ്ട, ഇല്ല മുടി വെട്ടൊന്നുമില്ല, ഈ പേടിച്ചൊന്നും വേണ്ട, ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉമ്മച്ചി മുടി വെട്ടാനാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ.
അപ്പം അതാ ഓളെ മുടിയൊക്കെ വാഷ് ചെയ്ത് അതൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത് തന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.